ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതാണ്. അതിൻ്റെ ഉള്ളിലെ കീ ചാനൽസ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള സെക്കൻഡ് മെത്തേഡാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയാസ് വഴി, ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ, പിൻട്രസ്റ്റ് പോലുള്ള സോഷ്യൽ മീഡിയാസ് വഴി നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിനെ പ്രൊമോട്ട് ചെയ്യുക, അത് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞൊരു പിക്കിളിൻ്റെയൊക്കെ ഒരു ചെറിയ, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ നമ്മൾ കുഞ്ഞു ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, സ്റ്റാർട്ടപ്പുകളൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സോഷ്യൽ മീഡിയ വഴി സാധിക്കും. സോഷ്യൽ മീഡിയ ആകുമ്പോൾ അതിൻ്റെ ബൗണ്ടറി ജനറേറ്റ് ചെയ്യുന്നില്ല, ആരിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇനേബിൾ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റിയൽ ടൈം എൻഗേജ്മെൻറ്റ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കസ്റ്റമേഴ്സിന് കുറച്ചൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, അതേപോലെ റിയൽ ടൈം ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് എൻഗേജ് ചെയ്യാനും, ദറ്റ് മീൻസ് നമുക്ക് കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് പറയാം. അങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, സപ്പോർട്ട് കസ്റ്റമർ സർവീസസ് ആൻഡ് ഫീഡ്ബാക്ക്. നമ്മൾ പറഞ്ഞു, റിയൽ ടൈം എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമേഴ്സിനെ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ടൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി സാധിക്കും. നെക്സ്റ്റ് വരുന്നത് കീ കമ്പോണൻസ് ആണ്. എന്താണ് എൻ്റെ കീ കമ്പോണൻസ് നോക്കാം. ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ക്രിയേഷനെ കുറിച്ചിട്ടാണ്. നല്ല കണ്ടൻറ്റുകൾക്കാണ് എപ്പോഴും മാർക്കറ്റിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വാല്യൂ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ആഡിൽ വരുന്നവരുടെ കണ്ടൻറ് മേക്കിംഗ് എങ്ങനെയാണ് നമ്മൾ നോക്കും. അവർ പറയുന്ന സ്പീച്ച്, ടോക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കമൻസ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ പോകുന്ന കണ്ടൻറ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്. ഒരു കമ്മ്യൂണിറ്റിനെ എങ്ങനെ മാത്രം മാനേജ്മെൻറ്റ് ചെയ്യാം? ഇപ്പോൾ നമുക്കറിയാം, കമ്മ്യൂണിറ്റിയിൽ പലതരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളായിരിക്കില്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സർവീസസ് ആയിരിക്കില്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കമൻറ്റുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫീഡ്ബാക്കുകളും നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കാം. നമുക്കറിയാം, ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും മെയിൻ തിങ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരിക്കലും നെഗറ്റീവാക്കി എടുക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ്, പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്. പെയ്ഡ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പണ്ടൊക്കെ നമ്മുടെ ടി വിയിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്ലെക്സുകളിലൊക്കെ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ സ്റ്റാർസൊക്കെ വന്നിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തുന്നുണ്ടായിരിക്കും. അവർക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? സാലറി കൊടുക്കുന്നുണ്ട്, ഫീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതേപോലെ കണ്ടൻറ് മേക്കേഴ്സ്, ഇവർക്കൊക്കെയാണ് നമ്മൾ അധികവും ആഡുകൾക്ക് എന്ത് ചെയ്യുന്നത്? പൈസ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു വീഡിയോ കാണുകയാണെങ്കിൽ, ഏതെങ്കിലും നല്ലൊരു വീഡിയോ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സ് വരും. അപ്പോൾ അത്തരത്തിലുള്ള പെയ്ഡ് അഡ്വർടൈസിങ്. നെക്സ്റ്റ്, പെർഫോമൻസ് അനാലിറ്റിക്സ്. പെർഫോമൻസ് അനാലിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി അതിൻ്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വെബ്സൈറ്റിലോട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് വഴി അവരെത്രമാത്രം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നൊക്കെ നമുക്ക് സാധിക്കും. നോർമൽ ടി വിയിലോ അല്ലെങ്കിൽ ഫിലിമിലൊക്കെ പോയിട്ട് കാണുന്ന ഒരു ആഡ് കാരണം ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, പ്ലാറ്റ്ഫോം സ്പെസിഫിക് മാർക്കറ്റിംഗ് ആണ്. ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നടത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്. നമുക്കറിയാം, ഫേസ്ബുക്ക് എന്താണെന്ന് ഉപയോഗിക്കാത്തവരായിട്ട് വളരെ കുറച്ച് പേരായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പം കുട്ടികളായിരിക്കും അധികം ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനൊക്കെ മുന്നേ അല്ലെങ്കിൽ ട്വിറ്ററിനൊക്കെ മുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു
സോഷ്യൽ മീഡിയ ആയിരുന്നു ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ബിസിനസ് ത്രൂ പേജസ്, ഗ്രൂപ്പ്സ്, ആഡ്സ് ആൻഡ് മാർക്കറ്റ് പ്ലേസസ്. നമുക്കറിയാം അതിലൊരു ചെറിയ പേജൊക്കെ തന്നെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രൊഡക്ട്സൊക്കെ അവർ ബൈ ചെയ്യുന്നതിനും അല്ലെങ്കിൽ സെല് ചെയ്യുന്നതിനും ഓരോ ഫേസ്ബുക്ക് പേജസൊക്കെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ടാർഗറ്റഡ് അഡ്വർടൈസിങ്. ഇപ്പോൾ നമുക്ക് ഓഡിയൻസിൻ്റെ താല്പര്യാർത്ഥം അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് അഡ്വർടൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇവൻറ്റുകളായിക്കോട്ടെ, കസ്റ്റമർ ഇൻട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, ട്വിറ്റർ മാർക്കറ്റിംഗ്. ട്വിറ്റർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിറ്റർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് ട്വിറ്റർ. ഇപ്പോൾ എക്സ് എന്നൊക്കെയാണ് അതിൻ്റെ പേര് വരുന്നത്. എന്നാൽ നമുക്ക് ട്വിറ്റർ മാർക്കറ്റിംഗ് എന്ന് പറയാം. ട്വിറ്റർ മാർക്കറ്റിംഗ് നമ്മൾ ട്വീറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ട്വിറ്റർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൈക്രോ ബ്ലോഗിംഗ് വഴിയാണ് നമ്മളധികം ഇതിൽ മെസ്സേജസ് അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത്. മൈക്രോ ബ്ലോഗിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും. അത് 140 ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ഇത് സാധിക്കുന്നത്, ട്വീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഷോർട്ട് മെസ്സേജുകൾ പറയുന്ന പേരാണ് ട്വീറ്റ് എന്ന്. 2006 അറൗണ്ടിലാണ് ട്വിറ്റർ വന്നു തുടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഇമേജ്, വീഡിയോ നമുക്ക് ട്വിറ്ററിൽ യൂസ് ചെയ്യാം, അതായത് ട്വീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. #, മിനിമം ഒരു 3 #, വെച്ചിട്ട് നമുക്ക് നമ്മുടെ എന്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ട്വിറ്റർ ചാറ്റ് ആൻഡ് അലേർട്ട് എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയൻസിന് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ചാറ്റ് വഴി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രാക്ക് ഇൻട്രസ്റ്റുകൾ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ദ ലാസ്റ്റ് വൺ അനലറ്റിക്കൽ മൊമെൻറ്റ്സ് ആണ്. നമ്മുടെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യാനും ഇപ്പോഴത്തെ ഒരു ഗുഡ് ട്രെൻഡ് എന്താണ്, ഏറ്റവും എമേർജിങ് ട്രെൻഡ് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതുവഴി സാധിക്കും. നെക്സ്റ്റ് വൺ ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയറാണ്, ആപ്ലിക്കേഷനാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. പഠിക്കുന്ന കുട്ടികൾ തൊട്ടേ അവരുടെ പ്രൊജക്റ്റും കാര്യങ്ങളും ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഇടുന്നുണ്ട്. കാരണം അവരുടെ ഒരു എൻഹാൻസ്മെൻറ്റ്, അവർ പഠിച്ചിറങ്ങുമ്പോഴേക്കും മറ്റുള്ള കമ്പനികൾ അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുവഴി അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പെട്ടെന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റൊക്കെ കിട്ടും, ക്യാമ്പസ് പ്ലേസ്മെൻ്റ് അല്ല, മറ്റുള്ള രീതിയിൽ ജോലിയൊക്കെ കിട്ടുന്ന നല്ല നല്ല കമ്പനികൾ ജോലിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഈ ലിങ്ക്ഡിനിൽ നമുക്ക് B2B പ്രൊമോഷൻസ് സാധിക്കും. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് പ്രൊമോഷൻസ് സാധിക്കും. നമ്മുടെ അപ്ഡേറ്റ്സ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ജോബുകൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക്ഡിൻ വഴി നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രി ഇൻസൈറ്റ്സ് നമുക്കത് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നെറ്റ്വർക്ക്, ഒരു ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മളത് പ്രൊഫഷണൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നല്ല നല്ല ആളുകളുമായിട്ട് അല്ലെങ്കിൽ നല്ല നല്ല കമ്പനീസുമായിട്ട് ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ലീഡർഷിപ്പ് ക്വാളിറ്റിയും മറ്റും എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിക്കൊന്ന് പറയാനുള്ളത്, എല്ലാവരും ലിങ്ക്ഡിനിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വാട്സപ്പ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പോലെ സ്റ്റുഡൻസ് എല്ലാവരും എന്ത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക, ലിങ്ക്ഡിൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും നല്ല നല്ല കമ്പനികൾ ഈ ലിങ്ക്ഡിൻ നോക്കി നിങ്ങളെ സെലക്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, പിൻട്രസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. പിൻട്രസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്നറിയാം, അധികം പെൺകുട്ടികളായിരിക്കും പിൻട്രസ്റ്റ് മാർക്കറ്റിങ്ങിൽ ഇൻട്രസ്റ്റഡ്. അല്ലെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സൈറ്റൊക്കെ യൂസ് ചെയ്യുന്നത് അധികം പെൺകുട്ടികളായിരിക്കും. കാരണം ഗേൾസിനാണ് ഈ പിൻട്രസ്റ്റിനോടുള്ള താല്പര്യം ഇന്ന് കൂടുതൽ. കാരണം നമ്മുടെ പ്രൊഡക്ട്സുകളാണ് ഏറ്റവും കൂടുതൽ ആഡുകളായിട്ട് വരുന്നത്. ഡ്രസ്സ്, മേക്കപ്പ് സെറ്റ്സ്, അതുപോലെ ന്യൂ ജെൻ ഐഡിയാസ് ഒക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഷ്വൽ ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്നത് പിൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഐഡിയാസും നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് പിന്നുകൾ കണ്ടൻറ്റുകളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഐഡിയൽ ഫോർ ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, ഫുഡ് ആൻഡ് ഡിസൈൻ, ബിസിനസ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനായിട്ടുള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ളത്. നമ്മളിപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു, അതിന് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കീ കമ്പോണൻസ് എന്താണെന്ന് നോക്കി, അതിൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഏതാ, ഫേസ്ബുക്ക് എന്താണെന്ന് പറഞ്ഞു, ട്വിറ്റർ എന്താണെന്ന് പറഞ്ഞു, ലിങ്ക്ഡിൻ എന്താണെന്ന് പറഞ്ഞു, പിൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.